ഈ ഭക്ഷ്യവിഷബാധയൊക്കെ കൂടി വന്നപ്പോൾ കോഴിക്കോട് മേഖലയിൽ ഷവർമ വിൽപ്പനയ്ക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കോഴിക്കോട്ടെ ഷവർമ വിൽപ്പനശാലകൾ ഷവർമ പോലുള്ള ആഹാര വസ്തുക്കൾ വിൽക്കുമ്പോൾ പാക്കറ്റിൽ കൃത്യമായി സമയവും തീയതിയും രേഖപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ആരോഗ്യവകുപ്പ് വിൽപ്പനശാലകളിൽ പരിശോധന നടത്തുന്നുമില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഷവർമ വിൽപ്പനയ്ക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. എത്ര പഴകിയ മാംസവും ഷവർമയിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നു. ഇവിടെ കൃത്യമായ പരിശോധനകളും നടക്കുന്നില്ല. കോഴിക്കോട്ട് ഷവർമ വിൽപ്പന തകൃതിയായി നടക്കുന്നു. യാതൊരു പരിശോധനയുമില്ല. തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാംസം ചൂടാക്കി വിൽപ്പന നടത്തുന്ന വിൽപ്പനശാലകൾ നിരവധിയുണ്ട്. ആർക്കും എന്തും ഏത് മാംസവും ഇങ്ങനെ വിൽക്കാം. അങ്ങനെയല്ലേ അനഘ? തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഈ ഷവർമ. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് നഗരത്തിലൊക്കെ തന്നെ ഷവർമ കടകൾ നിരവധിയായിട്ട് ഉണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ഒരു ഷവർമ വിൽക്കുകയാണെങ്കിൽ, ഒരു കടയിൽ നിന്ന് ഷവർമ പാർസലായി വാങ്ങുകയാണെങ്കിൽ ആ ഷവർമയുടെ കവറിന് പുറത്ത് അല്ലെങ്കിൽ പാക്കറ്റിന് പുറത്ത് കൃത്യമായി തന്നെ അത് എപ്പോഴാണ് ഉണ്ടാക്കിയത്, എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമെന്നത് രേഖപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി തന്നെ കർശനമായിട്ടുള്ള ഒരു ഉത്തരവ് ഇട്ടിരുന്നു. എന്നാൽ നമ്മൾ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പരിശോധനയിൽ ഒരു ഷവർമ കടകളിൽ നിന്ന് പോലും ഇത്തരത്തിൽ കൃത്യമായ ഈ നിയമം പാലിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കോഴിക്കോട്ടെ 2 പ്രമുഖ കടകളിൽ നിന്നാണ് ഇന്നലെ നമ്മൾ ഷവർമ വാങ്ങിയത്. ഈ വാങ്ങിയ ഷവർമകളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ആ പാക്കറ്റിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ സമയമോ അത് എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമോ എന്നത് അവർ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്. പലപ്പോഴും ഈ കടകളിൽ ഇത് ഉണ്ടാക്കുന്നവരോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടോ, തങ്ങൾക്ക് അതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കടകളിലെത്തി ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ സംവിധാനം കൃത്യമായി പരിശോധന നടത്തുന്നില്ല എന്നതാണ്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ കൃത്യമായി ഇവർക്ക് ഈ നിയമം പാലിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. മാത്രമല്ല, ഈ കാസർകോട്ടെ ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ച സംഭവത്തിൽ ആ കുട്ടിയുടെ അമ്മ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇനി ആർക്കും സംഭവിക്കരുത്, അതുകൊണ്ട് തന്നെ നിയമം കർശനമാക്കി പാലിക്കണം, ഇത് ഏത് സമയത്താണ് ഉണ്ടാക്കിയത്, എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തണം എന്നതൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ സമയം, ഉണ്ടാക്കിയ സമയം, കഴിക്കേണ്ട സമയം എന്നിവ അത് ആ പാക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതാണ് ഇപ്പോൾ പാലിക്കപ്പെടാതെ പോകുന്നത്. ഇത് പാലിക്കപ്പെടാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ കാഴ്ച കൂടിയാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പലപ്പോഴും ഈ രാത്രി കാലങ്ങളിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമായി മാറിയിരിക്കുകയാണ് ഷവർമ എന്ന് പറയുന്ന ഷവർമ, അൽഫാം തുടങ്ങിയ ഭക്ഷ്യ വസ്തുക്കൾ. ഇത് ഈ രാത്രി കാലങ്ങളിലാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നതെന്നും കൂടി പറഞ്ഞു വെക്കണം. കാരണം ഈ ഒരു ഭക്ഷ്യ വസ്തു കൊണ്ട് ഉണ്ടായ ഒരുപാട് മരണങ്ങൾ കൂടിയുണ്ട് ഭക്ഷ്യ വിഷബാധയിട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന മാംസത്തിന്റെ കാലാവധി എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും നൽകാതെ തന്നെ വിൽപ്പന നടത്തുന്നു എന്നൊരു വാർത്തയാണ് അനഘ അവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ പ്രേക്ഷകരായാലും മലയാളികളെല്ലാവരും, മലയാളികൾ എന്ന് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും ശരി, ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായി അല്ലെ ശ്രദ്ധാപൂർവം മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാവൂ. കാരണം നമുക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റുള്ള മരണങ്ങൾ നമ്മുടെ മുന്നിൽ ഷവർമ കഴിച്ചുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്മേലുള്ള പരിശോധനകൾ കർശനമാകണം. അത് വാങ്ങുന്നവർ അത് കൃത്യമായി അത് ഉപയുക്തമാണ് എന്ന് മനസ്സിലാക്കി തന്നെ വേണം വാങ്ങാൻ. ആ വാർത്തയാണ് അനഘ നൽകിയത്.